കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിൽ. മൈലക്കാട് സ്വദേശി സുനിൽകുമാറാണ് കൊല്ലം സിറ്റി പോലീസിന്റെ പിടിയിലായത്. ഇത്തിക്കര പാലത്തിന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കഴിഞ്ഞ ദിവസം ഈ KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ആ യുവതി തന്നെയാണ് ആ ദൃശ്യം അത് മൊബൈൽ പകർത്തിയത്, പിന്നീട് പോലീസിൽ പരാതി നൽകിയത്. ഇയാൾ എങ്ങനെയാണ് പിടികൂടാൻ കഴിഞ്ഞത്? ഇതുപോലുള്ള ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണോ പിടിയിലായ സുനിൽകുമാർ? ടോം, KSRTC ബസ്സിനുള്ളിൽ യാത്രക്കാർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പരാതിയിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. കുട്ടിയം മൈലക്കാട് സ്വദേശിയായ സുനിലാണ് പിടിയിലായത്. ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. നമുക്കറിയാം, ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവമായിരുന്നു. KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തി ഇത് ഒരു യുവതി പരാതി നൽകിയായിരുന്നു. കൊല്ലം പോലീസിന് നൽകിയ പരാതി തുടർന്നാണ് അന്വേഷണം നടത്തിയത്. ഈ ഒരു സംഭവം ദൃശ്യങ്ങൾ സഹിതം പ്രചരിച്ചതോടുകൂടി ഈ മൈലക്കാട് ഉള്ള പ്രദേശവാസികൾ ഇത് ആളെ തിരിച്ചറിഞ്ഞു. അങ്ങനെ സുനിലിന്റെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുനിൽ അവരോട് പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ കാണുന്ന വ്യക്തി ഞാനല്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവരോട് പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ കാണുന്ന വ്യക്തി ഞാനല്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അപ്പോ പിന്നെ നാട്ടുകാർ അവിടെ നിന്നും തിരിച്ചു പോയതിനെ തുടർന്നാണ് ഇയാൾ അവിടെ നിന്ന് മുങ്ങി. അങ്ങനെ പോലീസിന് കൃത്യമായി വിവരം ലഭ്യമായി. പോലീസ് അങ്ങനെ രാത്രിയോടുകൂടി ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും ഇയാളെപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കേട്ടോ വിനീഷ്, ഇതിനു മുൻപ് ഇയാൾക്കെതിരെ, ഈ പിടിയിലായ സുനിൽകുമാറിനെതിരെ സമാനമായ ഏതെങ്കിലും പരാതികളോ കേസോ ഉള്ളതാണോ? പ്രതി എന്തായാലും വളരെ വ്യക്തമാണ്, ഇയാൾ തന്നെയാണ്, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. മുൻപ് ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ സുനിൽകുമാർ? അത്തരത്തിലുള്ള കാരണം ഇയാൾ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ജോലിയൊക്കെ ജീവിക്കുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇയാൾ ഉണ്ടായ ഒരു കുറ്റം. എന്തായാലും പോലീസ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് കേസുകളൊന്നും നിലവിലില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇയാളെ റിമാൻഡ് ചെയ്യുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കേട്ടോ വ്യക്തമാണ് വിനീഷ്. കഴിഞ്ഞ ദിവസം, അതായത് തിരുവനന്തപുരത്ത്, അതുപോലെ കൊല്ലത്ത് രണ്ടിടങ്ങളിൽ, അങ്ങനെ 3 ഇടങ്ങളിലാണ് ഇന്നലെ മാത്രം സമാനമായ സംഭവങ്ങൾ ഉണ്ടായത്. ഒരു കൊല്ലത്ത് തന്നെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ, സ്കൂൾ കോമ്പൗണ്ടിന് ഉള്ളിൽ കയറി വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ കേസിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നോ? തീർച്ചയായും ടോം, ഇന്നലെ തന്നെ കൊല്ലത്തെ രണ്ടാമത്തെ സംഭവമാണ് ഇത്. ആദ്യത്തെ സംഭവം ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ചലാണ്. ഒരു സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഒരാൾ നഗ്ന പ്രദർശനം നടത്തി. കുട്ടികളുടെ ഇടയിൽ നഗ്ന പ്രദർശനം, അത് അധ്യാപകർ അതിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അയാൾ മദ്യലഹരിയിലായിരുന്നു, മറ്റ് ലഹരിക്ക് അടിമയാണെന്നാണ് നമുക്കറിയാം. എന്തായാലും അയാൾ ഇന്നലെ തന്നെ റിമാൻഡിലായ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നിരന്തരം വർദ്ധിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു ഈ കുട്ടികൾക്ക് നേരെ, അതുപോലെ സ്ത്രീകൾക്ക് ഇത്രത്തോളം സംരക്ഷണം ഒക്കെയുള്ള നമ്മുടെ ഈ നാട്ടിൽ ഇവർക്കെതിരെയുള്ള ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഇത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കർശനമായ നടപടിയാണ് ഇതിന് വേണ്ടത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള വലിയ ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായുള്ള അന്വേഷണങ്ങൾ. കൊല്ലത്ത് എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്.